ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രഭാത ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ കാര്യം കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയും ദോശയൊക്കെ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ അത് കല്ല് പോലെ ആയിരിക്കും. അതപ്പോൾ അരിയുടെ ഒന്നും കുറ്റമല്ല, നമ്മുടെ കൂട്ടിന്റെ കുറ്റമാണ് അത് അങ്ങനെ വരുന്നത്. നല്ല ഇഡ്ഡലി, നല്ല പൂ പോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അത് നമ്മൾ ചില കടയിൽ കയറിയാൽ അതുപോലെ നമ്മൾ ചില കടയിൽ നമ്മൾ കയറി ഇപ്പോൾ ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഡ്ഡലിക്ക് ഒരു രുചിയൊന്നുമില്ല. ചില കടയിൽ കയറിയാൽ ഞാൻ ഈ അടുത്ത ആഴ്ച ആശുപത്രിയിൽ പോയി വന്നപ്പോഴും ഒരു കടയിൽ കയറി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. കടയിൽ കയറിയപ്പോൾ പല സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവരെ പറഞ്ഞു രണ്ട് ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു. അവര് 3 ഇഡ്ഡലി കൊണ്ടു തന്നു, ചമ്മന്തിയും കൂടെ കൊണ്ടു. ആ ഇഡ്ഡലി തിന്നിട്ട് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇഡ്ഡലിയായിരുന്നു. അപ്പൊ കടകളിൽ ഉണ്ടാക്കിയാലും നന്നാവും, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയാലും നന്നാവും. അപ്പൊ നല്ല ഇഡ്ഡലി, നല്ല പൂ പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അതിന്റെ അത് നമുക്കൊന്ന് കാണാം. അപ്പൊ ആ ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നതിന് നമ്മൾ അരി വെള്ളത്തിൽ ഇടുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം. അതിന്റെ അളവുകള് അല്ലെ, എത്ര മണിക്കൂർ അരി വെള്ളത്തിൽ ഇടണം, പിന്നെ കലക്കണത്, അരക്കണത് അല്ലെ, ചുടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് അരി വെള്ളത്തിലിടുന്ന അളവ് മുതലാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷെ വേറെ കാര്യം, ചില കടകളിലെ ഇഡലിക്ക് ചോറിന്റെ അളവ് ചിലപ്പോ അല്ലെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു പതുപതുത്ത രീതിയിലായിരിക്കും കൂടുതലായിരിക്കണം. പക്ഷെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നാടൻ ഇഡലി അങ്ങനെയൊന്നുമല്ല. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്മ ഉണ്ടാക്കണ നാടൻ ഇഡലിയുടെ കൂട്ട് എങ്ങനെയാണ് അല്ലെ, എന്തൊക്കെയാണ് അതിൽ ചേർക്കണത് എന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കാണാം. അപ്പൊ ഈ ഒരു അരിയാണ് കേട്ടോ ഇവിടെ അമ്മ ഇഡലിക്ക് വേണ്ടി എടുക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇഡലി റൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഡലി അരി ഒന്നുമല്ല. ദോശ റൈസ്, ഇഡലി റൈസ് ഒക്കെ ഇപ്പൊ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കണം അല്ലെ. സാധാ പച്ചരി, റേഷൻ കടല അരിയാണ് ഇതല്ലേ, നമ്മുടെ റേഷൻ കടല പച്ചരി. ഞങ്ങൾ ചിലപ്പോ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പച്ചരിയാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ഒരു അരിക്കകത്തുനിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള എന്താ ഉഴുന്ന് അല്ലെ, ഉഴുന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരിയും അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഉഴുന്നും ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് ഇടുന്ന അളവ് ഏതാണെന്ന് അല്ലെ. അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡലി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ അളവ് കറക്റ്റ് ആയിരിക്കും, അരിയുടെ അളവും ഉഴുന്നിന്റെ അളവും. നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയും കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇന്ന് ഇപ്പൊ അമ്മയുടെ കയ്യിൽ ഇത് ഒരു അളവ് പാത്രം ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ അളവ് പാത്രം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനല്ല കേട്ടോ. ഇവിടെ അമ്മ ഇഡലിക്ക് ദോശയ്ക്ക് കഴിക്കുമ്പോ ഇതിലാണ് ഇടുന്നത്. അല്ല, അമ്മ കാണിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിലാണ് അമ്മ എടുക്കുന്നത്. ഇത് നാഴി ഗ്ലാസ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ നാഴി ഗ്ലാസ്സിലാണ് ഇവിടെ എടുക്കുന്നത് അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിടുന്നത്. പക്ഷെങ്കിൽ 2 പേരോ 3 പേരോ ഒക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ ഇതിനിട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഇതിനിടാനൊരു കാരണമുണ്ട്. നമ്മുടെ വീട്ടില് എപ്പോഴും മാവുണ്ട്, ഇഡലി മാവും ദോശ മാവും 24 മണിക്കൂർ 24/7 എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴും ഇവിടെ ഉള്ളൊരു സാധനമാണ് ഇഡലി മാവും ദോശ മാവും. അരച്ചത് ഫ്രിഡ്ജിൽ വെച്ചേക്കും അല്ലെ. അതൊരു ട്രിക്കാണ്. ഉപ്പ് ചേർക്കാത്ത മാവ് അമ്മ ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോ അതിനാ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. ഒരു 4 ദിവസം വരെ ഇരിക്കും. ഉപ്പ് ചേർത്താലോ, ഉപ്പ് ചേർത്താൽ ഇച്ചിരി പുളിപ്പും വരും, കട്ടിയും ഒക്കെ മാറ്റം വരും. നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ പാകത്തിന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് അത് ചുടുക. മാവ് വീണ്ടും അപ്പൊ നമ്മൾ മാവിലേക്ക് വന്നില്ല, നമ്മൾ അരി ഇടുന്നത് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാകും. നിങ്ങൾക്ക് വെച്ചേക്കാനാണ് ഇതുപോലത്തെ നാഴി ഗ്ലാസ് എടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ അളവുകൾ പാത്രമാണ് കേട്ടോ. ഇത് 250 ml അല്ലേ, ഇത് 250 ml പാത്രമുണ്ട്. ഇനി ഇത് 125 ml പാത്രമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഇനി അളവ് പാത്രം ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. സാധാ നമ്മൾ ചായ കുടിക്കണ ചെറിയ കപ്പോ ചെറിയ ഗ്ലാസ്സോ ഒക്കെ ആളുകളുടെ എണ്ണം അനുസരിച്ച് അങ്ങനെ എടുക്കാം, അരിയിടാം. അപ്പൊ അമ്മ ഇന്ന് അരി എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അമ്മ ഇപ്പൊ ഇതിലിടുന്ന ഇതിനാണോ ഗ്ലാസ്സിനാണോ ഇതിലെടുക്കാം അല്ലെ. അപ്പൊ 250 ml ഗ്ലാസ്സിൽ എന്തോരം അരി എടുക്കണേ നമുക്ക് നോക്കാം. അപ്പൊ ഈ അളവ് ഏത് പാത്രമാണ് അതിനനുസരിച്ച് എടുത്താൽ മതി അല്ലെ. വടിച്ചാണോ എടുക്കുന്നത്? വടിച്ച് അല്ലെ. ഓക്കെ ഓക്കെ. ഈ പാത്രം കോരി എടുക്കാനൊക്കെ നല്ല സൗകര്യം. അളവ് പാത്രം 2 ഇപ്പൊ 500 ml ആയി. അത് പോട്ടെ, എത്ര പാത്രം എടുക്കണോ നമുക്ക് നോക്കിയാൽ മതി. അളവ് നോക്കണ്ട, അളവൊന്നും വേണ്ട. 3 പാത്രം അരി, 3 പാത്രം അരി എടുക്കും. ഇത്രയാണ് നമ്മൾ എടുക്കുക 3 പാത്രത്തിന്. ഇനി എത്ര ഉഴുന്നിടണെന്നാ കാണിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ. ഉഴുന്നാണ് ഏറ്റവും. അപ്പൊ 3 പാത്രം അരിയിലേക്ക് നമ്മൾ ഉഴുന്ന് നോക്കുവാണ്.
അപ്പൊ ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഉഴുന്ന ഒരു പാത്രം കറക്റ്റ്, സത്യത്തിൽ ഞങ്ങള് കറക്റ്റ് ആയിട്ട് എടുത്തോണ്ട് വന്നിരുന്നതാണ് കേട്ടോ ഇത് ഇവിടുന്ന് ഉഴുന്നല്ലേ. അപ്പൊ 3 പാത്രമായിരിക്കും ഒരു പാത്രം ഉഴുന്ന്. അപ്പൊ 3:1 ഉള്ള റേഷ്യോയിലാണ് ഇവിടെ ഇടുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ എടുക്കുന്ന ഈ ഗ്ലാസ്സിലാണെങ്കിലോ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി നമ്മൾ എടുക്കുവാണെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്നും വേണം. ഓക്കെ. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇതിനേക്കാളും ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അതിന് 3 ഗ്ലാസ് അരി 1 ഗ്ലാസ് ഉഴുന്നും. 1 ഗ്ലാസ് ഉഴുന്നും. ഏത് പാത്രം അരി 3-1 ഉഴുന്ന് വേണം. 3-1. അപ്പൊ 3-1 ഉഴുന്ന് നമ്മൾ ഇട്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് എന്നാ ചേർക്കുന്നത്? സ്വല്പം ഉലുവ. അത് പച്ചുലുവയാ ചേർക്കുന്നത്. ഉലുവ കൈയളവാണ്. അത് കൈയളവ് ഇത്ര ഉലുവ അല്ലെ? 1/2 സ്പൂണേ ഉള്ളൂ. അപ്പൊ അതുകൂടെ നമ്മൾ ഈ ഉഴുന്ന് 1/2 ടീസ്പൂൺ ഉലുവ അല്ലെ? അതുകൂടെ നമ്മൾ ഈ വെള്ളത്തിലിടും. അത് ദോശയ്ക്കും കൊള്ളാം, ഇഡ്ഡലിക്കും കൊള്ളാം, എല്ലാത്തിനും. അങ്ങനെ അരി ഉഴുന്ന് നമ്മൾ സ്വല്പം ഉലുവായും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കൊണ്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം. പിന്നെ അതുപോലെ ഈ അരിക്ക് പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പുകല്ലും കൂടി ഇട്ടിട്ട് നമ്മൾ അതിട്ട് കഴുകിയാലും നല്ലതാണ്. അരിക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോക്കി പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പൊ അതങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കഴുകിയിട്ട് നല്ല തെളിനീരാവുന്ന നമ്മൾ കഴുകിയിട്ട് ആ തെളിനീര് വെള്ളത്തിനകത്ത് ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ 4 മണിക്കൂർ നമ്മളിത് കുതിരണം. കുതിർന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് അരയ്ക്കാൻ തുടങ്ങും. പിന്നെ അത് വീണ്ടും വേണ്ട ഇച്ചിരി ചേരിയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ അരയ്ക്കുമ്പോഴാണ് ചേർക്കുന്നത്. അപ്പൊ അരയ്ക്കാൻ നേരത്ത് നമ്മൾ വേറെ ചില സാധനങ്ങൾ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് സോഫ്റ്റ് ഇഡലി കിട്ടുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അരയ്ക്കണത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അന്നേരം കാണാം. അപ്പൊ 6 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ച അരി ഉഴുന്നും ഉലുവയും കൂടെ കൂടി നമ്മൾ അരയ്ക്കാൻ വാരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്താണ് മിക്സിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ അത് അരയ്ക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചരക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ദോശയുടെ ഉള്ളാട്ടിരിക്കൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ ഇപ്പൊ ഒരു പരുവത്തിനനുസരിച്ച് അരയാൻ പരുവത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അല്ലെ? അരിയും ഉഴുന്നും കുതിർത്ത് വെച്ച ആ വെള്ളം തന്നെ മതി നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു കല്ല് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇത്രയും പാകത്തിന് വെള്ളം ഒഴിക്കാനുള്ള അരയ്ക്കാനൊക്കെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ചിലർ പണ്ടൊക്കെ എല്ലാവരും പറയും ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ നുറുക്ക് വേണമെന്ന് പറയും. പക്ഷെ അത് കൊള്ളൂല്ല അങ്ങനെ നുറുക്കാൻ. നല്ല ദോശയ്ക്ക് അരയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ അരച്ചെടുക്കണം. പക്ഷെ ഞാൻ ആട്ടുകല്ലിൽ അരച്ചതിന് കാരണം ഇവിടെ ആട്ടുകല്ല് കിടപ്പുണ്ട്. ഇവനെനിക്ക് സമ്മതിക്കില്ല, എനിക്ക് വയ്യാത്തോണ്ട് ആട്ടുകല്ലിൽ അരയ്ക്കണ്ട. ഞാൻ ഇവരോട് പറഞ്ഞാൽ നമുക്ക് ആട്ടുകല്ലിനകത്ത് അരയ്ക്കാമെന്ന് പറഞ്ഞതാണ്. ഞാൻ പണ്ട് ആട്ടുകല്ലിലായിരുന്നു അരച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഞാൻ അരച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് അരയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ അതേ ആ അരി എടുത്ത അളവിൽ തന്നെ നമ്മുടെ അരി എടുത്ത പാത്രത്തിന്റെ അതേ അളവിൽ നമ്മുടെ സാധാരണ ചോറ് അല്ലെ, നമ്മൾ വെച്ച സാധാരണ ചോറ് നമ്മൾ ഇട്ടിട്ടാണ് ഇനി അരയ്ക്കാൻ പോണേ അല്ലെ. അപ്പൊ മൊത്തത്തിൽ ഇത്രയും ചോറ് മാത്രം മതി. അപ്പൊ നമ്മൾ ഈ ഒരു പാത്രത്തിന് 3 പാത്രം അരിയും 1 പാത്രം ഉഴുന്നും എടുത്തു. ഒരു പാത്രം ചോറാണ് ഇനി ഇട്ടിട്ട് അരയ്ക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ 1 പാത്രം ചോറ് ഇട്ടിട്ട് അതിന്റെ കൂടെ നമ്മൾ ചോറ് മാത്രമല്ല അരയ്ക്കുന്നത്, അരിയും കൂടെ കുറച്ച് അരിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കണം അല്ലേ. അപ്പൊ ഇതിൽ നമ്മളത് ഇത്രയും അളവിലെ വെള്ളം ഒഴിക്കുന്നുള്ളൂ അല്ലേ. വെള്ളം കൂടുതൽ വേണം അതിന്. ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യ അരച്ചിൽ നമ്മള് കുറച്ച് വെള്ളമാണ് ഒഴിച്ചോളൂ. പക്ഷെ ഇതിൽ നമ്മൾ വെള്ളം നികക്കി ഒഴിച്ചിട്ടുണ്ട്. കാരണം ചോറ് അരയുമ്പോൾ വെള്ളം കൂടുതൽ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടാണ് ഇനി നമ്മൾ അരയ്ക്കാൻ പോണത്. നമ്മുടെ ചോറ് അരച്ചത്, ചോറും കൂടെ കൂട്ടി നമ്മൾ അരി അരച്ചത് ഈ ഒരു പരുവത്തിലേക്ക് കണ്ട. അതിൽ വെള്ളം കൂടുതൽ ഒഴിച്ചാലും ഒഴിച്ചപ്പോ ആദ്യം അരച്ച അതേ പരുവം തന്നെ വന്നല്ലേ മേ. അപ്പൊ ഇനി നമുക്ക് കൂടുതലൊന്നും നോക്കാനില്ല. ബാക്കി ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു അരിയും ഇതും എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അരച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് കാണാം അല്ലേ. അപ്പൊ നമ്മുടെ അതേ അരി ഇതെല്ലാം നമ്മൾ അരച്ച് നല്ല പാകമാക്കി. ഇത്രയും പാകത്തിന് ഇപ്പൊ വെള്ളം മതി. വെള്ളം ഇനി നാളെ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഉപ്പും വെള്ളവും വേണമെങ്കിൽ നമ്മൾ വെള്ളം ചേർത്താൽ മതി. അല്ലെ ഈ പാകത്തിന് തന്നെ ഇരുന്നോളും. കാണിച്ചമേ ഈ ഒരു പാകത്തിനല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചോറിട്ടത് നമ്മൾ ഈ ഒരു പാത്രത്തിന്റെ തന്നെ സെയിം പാത്രത്തിനാണ് ചോറിട്ടതെങ്കിലും അമ്മ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഇത്രയും ചോറും കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല അല്ലെ. അല്പം ചോറും കൂടെ ഇട്ട് നോക്കാം. കാരണം ഇതെല്ലാം നമ്മുടെ അരിയുടെയും ഇതനുസരിച്ച് അരിയുടെ സ്വഭാവം അനുസരിച്ചാണ് ഇതിന്റെ ആ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് അല്ലേ. അപ്പൊ ഇനി നമ്മളിത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും അല്ലേ മേ.
അപ്പൊ നമ്മളിപ്പോ ഇത് മഴയായതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ തന്നെ തവികണ്ട് ഇളക്കിയത്. അല്ലെങ്കിൽ ഞാൻ അരി അരച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 9 മണിയൊക്കെ കിടക്കാൻ നേരത്ത് വന്നാണ് തവികണ്ടത് ഇളക്കി കൂട്ടി വെക്കുന്നത്. ചൂട് സമയത്ത് പെട്ടെന്ന് പൊങ്ങി വരും. അപ്പൊ ഇപ്പൊ തണുപ്പായത് കൊണ്ടാണ് നമ്മള് ഇപ്പൊ ഇത് അരച്ചപ്പോ തന്നെ നമ്മളൊന്ന് 7 മണി കഴിഞ്ഞോളൂ ശരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ടൊന്ന് തണുപ്പായിരുന്നു നമ്മളിന്ന് പൊങ്ങി വരാനപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൂട്ടി വെച്ചതാണ്. അപ്പൊ ബാക്കി നമുക്ക് പിന്നെ കാണാം. അപ്പൊ നാളെ രാവിലെ നമുക്ക് എന്തായാലും ഇഡലി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഇവിടെ ഇഡലി ഉണ്ടാക്കി ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങും. കാരണം എനിക്ക് പൂവൊക്കെ പോകേണ്ടത് കൊണ്ടൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഇഡലി ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഒരു ഇഡലി മാവ് നമുക്ക് നാളെ നമുക്ക് ഇഡലി ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് കാണാം അല്ലേ. അപ്പൊ നമ്മൾ നല്ലത് അരച്ചു വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ട്, ഈ പാകത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് ഇളക്കണം. തവി ഉപ്പിട്ടിട്ടില്ല ഇതുവരെ കേട്ടോ. ഉപ്പ് നമ്മൾ ഇത് അത്രയും വേണ്ട നമുക്ക്. അപ്പൊ കുറച്ച് നമ്മൾ മാറ്റിയിട്ട് ബാക്കിക്കകത്ത് നമുക്ക് ഉപ്പിടാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ഒഴിച്ചു വെക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, എത്രയും വെള്ളം. സത്യത്തിൽ നമുക്ക് ഇത്രയും ഇഡലിമാവ് നമുക്ക് 3 പേർക്ക് വേണ്ട. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞു ഇഡലിമാവ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും കാര്യം പറഞ്ഞാല്. അപ്പൊ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമ്മ ഇതുപോലെ ഇഡലിമാവ് അരച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഡലിമാവ് ഇപ്പൊ എടുക്കും. ബാക്കി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അല്ലെ, ഒരു അടപ്പുള്ള പാത്രത്തിന്റെ അകത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ അകത്തേക്ക് അടപ്പ് വേണം. തുറന്നു വെച്ചിരുന്നതിന് ശരിയാവത്തില്ല അല്ലെ. അപ്പൊ അടപ്പുള്ള ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഇഡലിമാവ് അടച്ചിട്ട് ബാക്കി നമ്മൾ ഇത്രയും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാൻ പോണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഉപ്പേ ചേർത്തിട്ടില്ല. ഇവിടെ മിക്കവാറും വീട്ടിൽ ഇങ്ങനെ ഇഡലിമാവ് വെച്ചേക്കാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ടിന്നിന്റെ അകത്തേക്ക് നമുക്ക് ഇഡലിമാവ് ഒഴിച്ച് അടപ്പുള്ള പാത്രം ആയിരിക്കും അല്ലേ മാം, അടപ്പുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കും. പക്ഷെ ഇതിന്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ഈ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം വരെ എടുക്കാൻ പറ്റും? ഒരു 4 ദിവസം വരെ ഈ മാവ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അരച്ചു വെക്കേണ്ട ആവശ്യമില്ല, 4 ദിവസത്തേക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു ഇഡലി അപ്പൊ വൈകുന്നേരം നമുക്ക് 4 മണിക്ക് ഒരു ഇഡലിയോ അല്ല ഇഡലി അല്ല ദോശയാണ് എളുപ്പം ഉണ്ടാക്കാനായിട്ട് അല്ലെ. ദോശ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യത്തിന് മാവ് മാത്രം ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തിട്ട് അതിൽ മാത്രം ഉപ്പിട്ട് ഇളക്കണം അല്ലെ. ബാക്കി ഇതുപോലെ വെച്ചേക്കണം. അപ്പൊ ഇതിങ്ങനെ സിമ്പിൾ ആയിട്ടിരിക്കും. ഇപ്പൊ വൈകുന്നേരം പിള്ളേര് സ്കൂളിൽ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് ഭക്ഷണം വേണ്ട, പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കണമെങ്കിലോ ഇതിൽ നിന്ന് മാവ് ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉപ്പിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഇനി ഇതിലാണ് ഉപ്പിടാൻ പോകുന്നത്. അപ്പൊ അമ്മ ഇന്നൊരു സ്പെഷ്യൽ ഇഡലി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പണ്ട് കാലത്ത് മിക്കവാറും ഇങ്ങനത്തെ ഇഡലി ഇവിടെ ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഇവിടെ നല്ല പല വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് പ്ലെയിൻ ഇഡലി അല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നതിന്റെ ഒപ്പം തന്നെ അമ്മത് ഉള്ളിയും കൊച്ചുള്ളിയും അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിന്റെ അകത്തേക്ക് അരിഞ്ഞ് കറിവേപ്പില ഇടുന്നുണ്ട് അല്ലെ. കറിവേപ്പിലയും കൂടി ഇതിന്റെ അകത്തേക്ക് അരിഞ്ഞിട്ടിട്ടാണ് ഇന്നത്തെ ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇഡലിക്ക് കറി ഒന്നും വേണമെന്നില്ല, ചമ്മന്തി ഒന്നും വേണമെന്നില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനത്തെ ഇഡലിയാണ് ഇത്. പക്ഷെ അങ്ങനെ കൂട്ടി വെച്ചേക്കരുത്. ഇത് അത് തന്നെ ഇഡലിക്ക് അത് ഇതെല്ലാം അരിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ട് വേറെ രീതിയിലേക്ക് ആയി പോകും അല്ലെ. അപ്പൊ ഈ ഇഡലി മാവിന്റെ അകത്ത് കണ്ടോ, ഇതാണ് ഇതിന്റെ ബാറ്ററിന്റെ ഒരു പരിവെന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഇന്ന് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല. അരച്ചു വെച്ച വെള്ളമേ ഉള്ളൂ. അപ്പൊ വെള്ളം ലൂസ് ഇതിലും കട്ടിയായിരുന്നെങ്കിൽ നമ്മൾ രാവിലെ വെള്ളം ചേർത്ത് ഇളക്കണമായിരുന്നു അല്ലെ. ദോശക്കാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം അല്ലെ. ദോശക്കാണെങ്കിൽ ഒരു അല്പം കൂടി വെള്ളം നമുക്ക് ചേർക്കാം. കറിവേപ്പില ഫുൾ ആയിട്ടല്ല ഇടണം, ഇച്ചിരി ഒന്ന് അരിഞ്ഞിട്ട് ഇടുന്ന അല്ലെ. അയ്യൊന്ന് കട്ട് ചെയ്ത് ഒത്തിരി കുരുകുരാന്ന് അരിഞ്ഞു കഴിഞ്ഞാലും കൊള്ളത്തില്ല. ഒന്ന് നടുവേ ഒന്ന് മുറിച്ചിട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇപ്പോഴാണ് ഉപ്പിടുന്നത്. നന്നായിട്ട് ഇളക്കണം. നമ്മുടെ ഇഡലിയുടെ വെള്ളം അടുപ്പ് വെച്ച് തിളച്ചു. ഇഡലി കോരി ഒഴിച്ച് ഉണ്ടാക്കിയാൽ മതി അല്ലെ. പണ്ടൊക്കെ ഇവിടെ ഇഡലി ഉണ്ടാക്കുമ്പോ നമ്മുടെ ഇഡലി തട്ടിന്റെ അകത്ത് വാഴയില വെച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതിന് വേറെ മുരിക്കല അല്ലെ, മുരിക്കല വാഴയിലൊക്കെ ഈ തട്ടിന്റെ അകത്തേക്ക് വെച്ച് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇഡലി തട്ടിന് ഒരു പ്രത്യേകത ഉള്ള എന്തൊക്കെ, നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് വെളിച്ചെണ്ണ ഇതിന്റെ അകത്ത് തടവിയിട്ടുണ്ട് തട്ടിന്റെ അകത്ത്. അപ്പൊ അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും.
രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഡലിയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ മേ? നല്ലൊരു മണം. നല്ല ചൂടോടെ കഴിക്കണം. ചൂടോടെ ഇങ്ങനെ എടുത്തങ്ങ് ആവിക്ക് അങ്ങ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ചുമ്മാ ഒരു കറി ഇല്ലാണ്ട് എടുത്ത് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഡലി വരുമ്പോഴത്തേക്ക് നമുക്കൊരു കുഞ്ഞി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം അല്ലേ? അപ്പൊ അതിനായിട്ടൊരു അരമുറി തേങ്ങ ഇല്ല അല്ലേ? കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങ നമുക്ക് ജാറിലോട്ട് ഇടാം. ഒരു 3/4 മുറി അരമുറിയേക്കാൾ കുറച്ചും കൂടെ കുറവാണ്. കുറച്ച് ചമ്മന്തി മതിയല്ല, നമുക്ക് തേങ്ങാ ചമ്മന്തി ഒത്തിരി ഇരിക്കത്തില്ല. അത് തന്നെ, അത് അപ്പം കഴിച്ചില്ല പിന്നെ കൊള്ളൂല്ല, വളിച്ചു പോകും. അപ്പൊ അതിനകത്ത് നമ്മൾ ഇടുന്നത്, നമ്മൾ വറ്റൽമുളക് അല്ല ഇടുന്നത്, നമ്മൾ 2 പച്ചമുളകാണ് അരിക്കുന്നത്. ആ പച്ചമുളകോട് നമുക്കൊന്ന് മുറിച്ചിടാം. വേറെ എന്തൊക്കെയാണ് ഇടുന്നത്? വേറെ ഉള്ളിയും ഇഞ്ചി വേണം അതിൻ്റെ അകത്ത്. ഇഞ്ചി ഒന്നും വേണ്ട അല്ലേ? എത്ര പച്ചമുളക് ഇട്ടാണ്? ചെറിയ 3 പച്ചമുളക് അരയ്ക്കാനുണ്ട് അല്ലേ? അരയ്ക്കാനുണ്ട്. 2 ചുവന്നുള്ളിയും കൂടെ കീറിയിടാം. അത്രയും മതി. അപ്പൊ നമുക്ക് അതിന് ആവശ്യം അത്രേ ഉള്ളൂ, 2 ചെറിയ ഉള്ളി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ അങ്ങിട്ടേക്കാം. ഇതിന് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കത്തില്ല. ഇത് വെള്ള ചമ്മന്തിയാ. അല്ലെങ്കിലും ചമ്മന്തിക്ക് മഞ്ഞപ്പൊടി ചേർക്കില്ല. നമ്മുടെ സിമ്പിൾ ചമ്മന്തി അങ്ങനെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചമ്മന്തി ചേർത്ത് ഈ കടുക് പൊട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ അരച്ച സമയത്തിൽ നമ്മുടെ ഇഡലി വെന്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇഡലി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഇഡലി ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ നമ്മള് ഇത് മാറ്റത്തില്ല. ഇത് ഒന്ന് തണുക്കണം അല്ലെ? ഈ തട്ടിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കുറഞ്ഞാലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇഡലി കിട്ടുന്നത്. അത് ഇഡലി നമുക്കിത് ഇതുപോലെ നമുക്കിത് ഇങ്ങനെ ഇളകി പോലും ഈസി ആയിട്ട് കണ്ടില്ലേ? അപ്പൊ ഇഡലി ഒരു ലേശ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കണ്ടോ, ഫുള്ളായിട്ട് നമ്മുടെ ഇഡലി ഇങ്ങോട്ട് ഇളകി 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 പോയി. അങ്ങനെ നമ്മുടെ ഇഡലി എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഡലി നോക്കിയാൽ അറിയാം, നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നമ്മുടെ ഇഡലി. ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകും അതോടൊപ്പം തന്നെ ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്, താളിച്ചിട്ടുണ്ട്. മുളകൊക്കെ മൂത്തൊന്ന് കറുത്ത് വന്നു. അപ്പോഴാണ് അതിന്റെ എസൻസ് ഒക്കെ ഫുള്ള് നമ്മുടെ ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇപ്പൊ എന്തായാലും നന്നായിട്ട് മൂത്തിട്ടുണ്ട് അല്ലേ? ഇനി തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ടാണ് തേങ്ങ ഇടുന്നത്. ഇതൊരു ഈസി ചമ്മന്തി കേട്ടോ. ദോശയിലേക്ക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതിനകത്തേക്ക് നേരെ വെള്ളം ഒഴിച്ചില്ല, എണ്ണയ്ക്കൊന്ന് ചൂടാവും. കേരള മതി അല്ലെ? അത്രേ ഉള്ളൂ. കട്ട് ചെയ്ത് കാണിക്കണം, ഇത്രേ സമയമുള്ളൂ. ആ മിക്സ് കഴിഞ്ഞ വെള്ളം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചിലർക്ക് പക്ഷെ ഈ ഒരു പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമുണ്ട്. എനിക്കിത് ഇഡലിക്ക് ഇങ്ങനെ പരുവത്തിൽ എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുറുകൻ ചമ്മന്തി ഇല്ലേ, അത് കഴിക്കാൻ എനിക്ക് ഇഷ്ടം. ദോശയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ചമ്മന്തി ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ അകത്ത് എനിക്ക് കുറച്ച് കുരുമുളക് കൂടെ കൃഷി ചെയ്തിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അരയ്ക്കുമ്പോൾ ലേശം കുരുമുളക് കൂടി ഇട്ടത്, ഒരല്പം ഇഞ്ചി കൂടി ഇട്ടാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു. ഓക്കെ, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി. ഇത്രയും വെള്ളം ഒഴിക്കണം, ഇത്രയും ചമ്മന്തി മതി നമുക്കല്ലേ? അപ്പൊ നമ്മുടെ ഈസി ചമ്മന്തി, നമ്മുടെ പൂ പോലത്തെ ഇഡലി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആണ് നമ്മുടെ ഇഡലിയുടെയും ചമ്മന്തിയുടെയും ഒക്കെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇഡലി ഇത്രയും പോരാ. ഇപ്പൊ രാവിലെ എനിക്ക് പോകേണ്ടതുകൊണ്ട്, ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഇഡലി മാത്രമാണ് കൊണ്ടുപോയിട്ടുള്ളൂ. പക്ഷെ ഇത്രയും മൊത്തം എനിക്ക് വേണ്ട, ഒരു തട്ട് ഇഡലിയാണ് പുഴുങ്ങിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കൊണ്ടുപോകാനായിട്ട് എന്തായാലും ഇഡലി പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ പാത്രത്തിലാണ് ഇഡലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുപോകാറ്. ഇത് പ്ലാസ്റ്റിക് പാത്രം ആണെങ്കിലും ഇത് ഫുഡ് ഗ്രേഡ് ഉള്ള പാത്രമാണ്. അതോടൊപ്പം തന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് കൊണ്ടുപോയി ആ ഗ്രേവി ഒക്കെ ഒഴിച്ചുകൊണ്ട് പോയി ഒരിക്കലും നമുക്കിത് എന്താ പറയാ ലീക്ക് ആവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ലീക്ക് ആവും. ഞാൻ ഇതാണ് കൊണ്ടുവന്ന 3 ഇഡലി, അതിന് ചമ്മന്തിയും കൂടെ. അപ്പൊ ഇതിനകത്ത് ഈ കുഞ്ഞു തട്ടിന്റെ അകത്ത് ഒഴിക്കുന്നില്ല കേട്ടോ, ഇതിൽ മാത്രമാണ് ചട്നി ഒഴിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാനിത് കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഒത്തിരി രാവിലെ ഇവിടുന്ന് പോകണം അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. മതി, അത്രയും മതി. ചമ്മന്തി കൂടുതൽ വേണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈസി ബ്രേക്ക്ഫാസ്റ്റ്. പൂ പോലത്തെ ഇഡലിയും ചട്നി അല്ലെ? നല്ല വെള്ള ചമ്മന്തി, നല്ല വെള്ളക്കരയുടെ ചമ്മന്തി. അപ്പൊ നമ്മുടെ ഇഡലിയും ചമ്മന്തിയും റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നല്ല പൂ പോലുള്ള ഇഡലിയാണ്. നല്ല ഒരു കറി ഇല്ലെങ്കിൽ നമ്മുടെ ഇഡലി ചൂടോടെ നമുക്ക് കഴിക്കാം. നമ്മൾ ഇഞ്ചിയും വേണം കിട്ടാൻ മതി. എല്ലാവർക്കും ആവശ്യം ഉണ്ടോന്ന് അറിയാൻ വയ്യ. പക്ഷെ അതിന്റെ പ്രത്യേക രുചിയുണ്ട് ഇഡലിക്ക്. കറി ഇല്ലെങ്കിലും കഴിക്കാം, ചൂടോടെ കഴിക്കാം. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്താൽ ഇത് കൂട്ടി ചേർക്കാവുള്ളൂ. ഒരുപാട് ചേർത്ത് വെച്ചിരുന്നാൽ കൊള്ളുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഇഡലിയും ചമ്മന്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ഒന്നും ആരും മറക്കരുത്. അപ്പൊ അതൊക്കെ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ചെയ്യുവാണ്.